പ്രതിസന്ധികളുടെ മുമ്പിൽ കരഞ്ഞു നിലവിളിക്കുന്ന ഒരു മനുഷ്യൻ എക്കാലത്തും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്റെ കണ്ണുനീർ ആരൊപ്പിയെടുക്കും? കരയുന്നവരെ കണ്ട് വിഷമിക്കുവാനല്ലാതെ കരച്ചില് മാറ്റാനോ കരച്ചിലിന് പരിഹാരം തരാനോ ആർക്കും കഴിയാതിരിക്കുമ്പോൾ ഇന്ന് കണ്ണീരൊപ്പുന്നൊരു ദൈവത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം: യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. പ്രവാചകൻ 2 കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. കണ്ണുനീർ ഒപ്പിയെടുക്കുന്ന ദൈവം, നിന്നയെ നീക്കിക്കളയുന്ന ദൈവം. ഒരു മനുഷ്യൻ കണ്ണുനീരൊഴുക്കുന്നതിന് ബൈബിൾ എതിരല്ല. കണ്ണുനീരൊഴുക്കണമെന്ന് എവിടെ? ഒരിക്കലും മനുഷ്യന്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കരുത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ കരയുന്നുവെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവന് വിജയിക്കുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാം, മനുഷ്യരുടെ മുമ്പിൽ കരയരുത്, ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ കരയാവൂ. ദൈവത്തിന് മുമ്പിൽ കരയുന്ന കരച്ചിലിനെ കുറിച്ച് ബൈബിൾ പറയുകയാണ്, ആ കണ്ണുനീരിൽ വിതയാണ്. അതിന് താമസവിന ആർപ്പോടെ ഒരു കൊയ്ത്തുണ്ട്. വേദപുസ്തക ചരിത്രം നമ്മൾ പഠിച്ചാൽ ആരെല്ലാം കരഞ്ഞിട്ടുണ്ടോ, കരഞ്ഞവർക്കെല്ലാം കരച്ചിലിന് തക്ക ഒരു മറുപടി ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സന്ദേശം എന്താണെന്നറിയാമോ? നാളുകൾ കൊണ്ട് കണ്ണുനീരൊപ്പുന്ന വിഷയത്തിൽ വിടുതൽ കാണാൻ കഴിയാതെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന ചിലരോട് കർത്താവ് പറയുക, നിന്റെ കണ്ണുനീരിനെ ഒപ്പുവാൻ എന്റെ കർത്താവ് നിന്റെ ചാരയുണ്ട്. നീ സഹിച്ച നിന്ന, എന്റെ നിന്ന എന്നു മാറുമെന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ നിന്ന നിന്റെ ദേശത്ത് നിന്ന് നീക്കുവാൻ ദൈവത്തിന്റെ സമയമായി. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ആ നിന്ന നീങ്ങിപ്പോകണം. ആ കണ്ണീരൊഴുക്കുന്ന വിഷയത്തിനകത്ത് ആനന്ദിക്കത്തക്ക മറുപടികൾ തരണം. ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത പ്രതിസന്ധികൾ വന്നിട്ട് കരഞ്ഞു നിലവിളിച്ച നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണീരൊപ്പാൻ എന്റെ കർത്താവ് ഒന്ന് ഇറങ്ങി വരണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരുടെ സങ്കടം സന്തോഷമാകട്ടെ, അവരുടെ വിലാപം നൃത്തമാകട്ടെ, അവരുടെ കണ്ണുനീർ ആനന്ദമാകട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും നിന്റെ കണ്ണുനീർ ദൈവം ഒപ്പും. നിന്റെ വിലാപം, നിന്റെ നിന്ന മാറിപ്പോകും. നിന്റെ വിലാപം നൃത്തമായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.